ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അന്ന ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബൗണ്ടറീസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന ലൈഫിൽ ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇതിനോടൊക്കെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെയാണ് ജനിച്ച് വളർന്നിട്ടുള്ളതെങ്കിൽ നമുക്കും ഒരു പക്ഷേ വലുതായാലും ഈ പറയുന്ന ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കൂടിയും നമുക്ക് ആ ഒരു ഈ പറയുന്ന പീപ്പിൾ പ്ലീസേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിലൊരു റിഗ്രറ്റ് തോന്നാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബൗണ്ടറീസിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. ഓക്കെ. സോ നമ്മുടെയൊക്കെ ലൈഫിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. വിച്ച് മീൻസ് നമ്മുടെയൊക്കെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന പല പല സാഹചര്യങ്ങളുണ്ടാവും. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നിട്ട് കൂടിയും നമ്മൾ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കണം. പക്ഷേ നമ്മുടെ അമ്മ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ അമ്മയുടെ തീരുമാനങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രഷറൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത്, ഞാനൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ് എന്നുള്ള കാര്യം വ്യക്തമായി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലേ? മറിച്ച് കുറേ പേര് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയല്ലേ, അമ്മ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കണ്ടേ എന്നുള്ള രീതിയിൽ അതിനെ ഉള്ളിലേക്ക് എടുത്ത് അമ്മയുടെ ഡിസിഷനായിരിക്കും ലൈഫിൽ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആര് തന്നെ ആണെങ്കിലും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ മേജറായിട്ടുള്ള ഡിസിഷൻസ് ആയിക്കോട്ടെ, ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഈ ബൗണ്ടറീസ് ഇപ്പം നമ്മുടെ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ആ സിറ്റുവേഷൻ നമുക്കൊരു ബൗണ്ടറി വെക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെയും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടാണെങ്കിൽ ആളുടെ ഇമോഷൻസ് ഒക്കെ നമ്മളിലേക്ക് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആള് നമ്മുടെ എനർജി വല്ലാതെ അങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നമുക്കാണെങ്കിൽ ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സമയവും ഇല്ല. മാത്രമല്ല ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവൾ എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലും പറഞ്ഞു മനസ്സിലാക്കുക. ഈ ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഇതിനൊരു സൊല്യൂഷൻ തരാൻ എനിക്ക് പറ്റില്ലടാ, നീ വേറെ ആരെങ്കിലും ഒന്ന് നോക്ക് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക, കേട്ടോ. മറിച്ച് അവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഡംപ് ചെയ്യുക, ഇതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതൊക്കെ വ്യക്തമായി നമ്മൾ തന്നെ മനസ്സിലാക്കണം ആദ്യം തന്നെ. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.